പ്രൈസ് ദി ലോർഡ്. ചില കാലങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് പട്ടണത്തിൽ വസിച്ചിരുന്ന ഒരു ചെറിയ ബാലകനോട് തൻ്റെ പിതാവ് ഇപ്രകാരം പറഞ്ഞു. തങ്ങളുടെ വീട്ടിനുള്ളിൽ കത്തിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ മെഴുകുതിരി കാണിച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞു, മകനെ, ഈ തീനാളത്തിന് നമുക്ക് വെളിച്ചം തരാൻ കഴിയുന്നത് പോലെ ഇത് അപകടകാരി കൂടിയാണ്. ഇതിൽ തൊട്ടാൽ പൊള്ളുന്നതാണ്. ഇതിന് നമ്മുടെ വീടിനെ കത്തിക്കുവാൻ ത്രാണിയുണ്ട്. ഈ തീനാളത്തിന് നമ്മുടെ ന്യൂയോർക്ക് നഗരത്തെ ആകെ ചാമ്പലാക്കുവാനുള്ള കരുത്തുണ്ട്. അന്ന് ആ ചെറിയ ബാലകൻ അത് കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അത് കേട്ടറിവ് മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് ആ തീനാളത്തെ അവൻ തൊട്ടുനോക്കി. അവൻ്റെ കൈകൾ പൊള്ളുവാനിടയായിത്തീർന്നു. കാലങ്ങൾക്കപ്പുറം ആ തീനാളം അവൻ്റെ വീടിനെ വിഴുങ്ങി. ആ ന്യൂയോർക്ക് നഗരത്തെ ആകെ ആ തീനാളം വിഴുങ്ങുന്നത് അവൻ കാണുവാനിടയായിത്തീർന്നു. അവിടെ അവൻ തൻ്റെ പിതാവ് പറഞ്ഞ ആ വാക്കുകളെ അനുഭവിച്ചറിയുകയായിരുന്നു ചെയ്തത്. അനുഭവങ്ങൾ നമുക്കറിയാം. നമ്മുടെ സഭായോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വ്യക്തിപരമായ സാക്ഷ്യം പറയുക എന്നുള്ളത്. ഈ കാലങ്ങളിൽ നമ്മുടെ സഭായോഗങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭകൾക്കുള്ളിൽ വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ദൈവത്തെക്കുറിച്ചുള്ള കേട്ടറിവ് വളരെ കൂടുതലാണ്. പ്രസംഗങ്ങളിലൂടെ, പാട്ടുകളിലൂടെ നമ്മൾ ദൈവത്തെക്കുറിച്ച്, ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് കേട്ടറിയുന്നു. എന്നാൽ നമ്മൾ എത്ര പേർ ഓരോ ദിവസവും, ഓരോ നിമിഷവും, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നുണ്ട്? അനുഭവമില്ലാത്തതിനാലാണ് നമ്മിൽ നിന്ന് സാക്ഷ്യം വെളിപ്പെടാത്തത്. നമ്മൾ നമ്മുടെ പ്രസംഗങ്ങളിലൂടെ കേൾക്കുന്ന ആ പ്രതിസന്ധികളിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ നമ്മുടെ കരം പിടിക്കുന്ന ആ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ അത് നമ്മിൽ വെളിപ്പെടുന്നുണ്ടോ? നാം അതിനെ അനുഭവിച്ചറിയുന്നുണ്ടോ? നാം അതിനെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ ഒട്ടനവധി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ആ പിതാവ് തൻ്റെ മകനോട് പറഞ്ഞതുപോലെ നമ്മോടും നമ്മുടെ കർത്തൃദാസന്മാരിലൂടെ, നമ്മുടെ പ്രസംഗങ്ങളിലൂടെ എല്ലാ ദിവസവും നാം കേൾക്കുന്നത് നമുക്കൊപ്പം സഞ്ചരിക്കുന്ന, നമ്മുടെ പ്രതിസന്ധികളിൽ കൂടിയിരിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചാണ്, ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ്. പക്ഷെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്ര പേർ ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്നുണ്ട്? നമുക്ക് കേട്ടറിവ് മാത്രമാണോ ഉള്ളത്, അതോ അനുഭവിച്ചറിയലാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് നാം ഈ ദിനങ്ങളിൽ തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ സാക്ഷ്യങ്ങൾ, പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാർ സഭകളിൽ സാക്ഷ്യം പറയുമ്പോൾ അത് അവരുടെ അനുഭവിച്ചുള്ള അനുഭവങ്ങളാണ്. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള, ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികളെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് അവരവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നമുക്കിന്ന് ആ അനുഭവങ്ങൾ ഇല്ലാതെ പോയി. നമുക്ക് ദൈവം കേട്ടറിവ് മാത്രമാണ്, നമ്മൾ അനുഭവിച്ചറിയുന്നില്ല. പിതാക്കന്മാർ ചെയ്തതുപോലെ നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ വെളിപ്പെടുന്ന ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് അതൊരു സാക്ഷ്യമായി മാറണം. ആ പിതാവ് തൻ്റെ മകനോട് പറയുമ്പോൾ അഗ്നിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നത് അഗ്നി ആ ന്യൂയോർക്ക് നഗരത്തെ ആകെ നാശമാക്കി. അതുപോലെ തന്നെ ആ ചെറിയ വീടിനുള്ളിൽ വെളിച്ചമായി തീർന്നു, അവർക്ക് വെളിച്ചമായി തീർന്നു. അതേപോലെ തന്നെ ആ ന്യൂയോർക്ക് നഗരത്തിന് നാശവുമായി തീർന്നു. ഇതേപോലെ തന്നെയാണ് ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലും പരിവർത്തിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ദൈവ സാന്നിധ്യവും നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഉള്ളിലെ അശുദ്ധിയെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നത് ഈ ദൈവ സാന്നിധ്യമാണ്. രണ്ട്, നമ്മുടെ ഉള്ളിലെ വിശുദ്ധിക്ക് തെളിമ നൽകുന്നത് ഈ ദൈവ സാന്നിധ്യമാണ്. നമ്മുടെ ഉള്ളിലെ വിശുദ്ധിക്ക് തെളിമയുണ്ടാകുമ്പോൾ, കുറച്ചുകൂടി തെളിച്ചമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സാക്ഷ്യങ്ങൾ രൂപപ്പെടുന്നത്. നമ്മുടെ ഉള്ളിൽ സാക്ഷ്യങ്ങൾ രൂപപ്പെടുമ്പോഴാണ് നാം നല്ലൊരു ഉത്തമ സാക്ഷിയായി, ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായി തീരുന്നത്. ആയതിനാൽ ഈ ദിനങ്ങളിൽ കുറഞ്ഞുപോയ സാക്ഷ്യങ്ങൾ വർദ്ധിച്ചു വരട്ടെ. കേട്ടറിഞ്ഞ ദൈവത്തെ
അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.